വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് പി. മറ്റു വാർത്തകൾ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 2023 ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ്. കരാറുകാരായ കിഡ്കോയുടെ ഭാഗത്ത് വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും 16.2 കോടി രൂപ അനുവദിച്ച് അനുമതി നൽകിയ റോഡ് നിർമ്മാണം പോലും നടത്തിയിട്ടില്ലെന്നും ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ MLA പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ വലിയ വീഴ്ച സംഭവിച്ചെന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ്. 2023 ഭരണ അനുമതിയും സാങ്കേതിക അനുമതിയും നൽകിയ മെഡിക്കൽ കോളേജിനുള്ളിലെ റോഡുകളുടെ നിർമ്മാണം പോലും നടത്തുവാൻ കരാറുകാരായ കിഡ്കോയ്ക്ക് കഴിഞ്ഞില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ കിഡ്കോ MDയും മറ്റ് മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥരും ഒന്നിച്ച് യോഗം ചേർന്നതായും MLA പറഞ്ഞു. 2023 ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും കിട്ടിയിട്ട് ഇപ്പോഴും പ്രവർത്തനം തുടങ്ങാൻ പറ്റാത്ത പല പദ്ധതികളോടെ കിടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് 16.2 കോടിക്ക് 2023 ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും കൊടുത്തതാണ്. ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റോഡുകളുടെയും നവീകരണങ്ങൾ, പ്രൊട്ടക്ഷൻ വർക്ക് ഉൾപ്പെടെ, ചിപ്പിംഗ് കാർപ്പറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി 16.2 കോടി രൂപ 2023 ASും TSും കൊടുക്കുകയാണ്. 26 തുടങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ വർക്ക് നിലവിൽ ചെയ്തിരുന്നവരെല്ലാം ഒഴിവാക്കി പുതിയതായിട്ട് റീടെർമിനേറ്റ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ നിർവഹണം ഏറ്റെടുത്തിട്ടുള്ളത് കിഡ്കോയാണ്. കിഡ്കോയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. 2023 ഭരണ അനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജിനുള്ളിലെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികൾ പോലും നടത്തുവാൻ കഴിയാത്തത് കിഡ്കോയുടെ വീഴ്ചയാണെന്ന് കണ്ടെത്തിയതായും MLA ചൂണ്ടിക്കാണിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി പോലും ലഭ്യമാക്കുവാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ലെന്നും പറഞ്ഞ MLA ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ ഉടൻ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തുമെന്നും പറഞ്ഞു. എന്നാൽ റോഡുകളുടെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ നടപടികൾ ഉൾപ്പെടെ ഉടൻ പൂർത്തിയാക്കുമെന്നും MLA അറിയിച്ചു. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ, MK പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, ജോയി കൊച്ചുകരോട്ട്, അനിൽ ആനിക്കനാട്ട്, CP സലീം, ജോബി ചാലിൽ, ജോബി തയ്യൽ തുടങ്ങിയവരും പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.